ലീനിയർ ആൾജിബ്രയിലെ കാനോണിക്കൽ ഫോംസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ നെക്സ്റ്റ് സെക്ഷൻ ഒരു ഡെഫിനിഷനാണ്. ഡയഗണലൈസബിൾ എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എന്താ നോക്കാം. എ ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഈസ് സെറ്റ് ടു ബി ഡയഗണലൈസബിൾ ഇഫ് ദർ എക്സിസ്റ്റ് എ ബേസിസ് ഫോർ വി ഈച്ച് വെക്ടർ ഓഫ് വിച്ച് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി. അതായത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് ടി, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി, അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് ടി എന്ന് പറയുന്നത്. ഈ ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണ് പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, അവിടെ വിക്ക് ഒരു ബേസിസ് ഉണ്ടാവണം. ആ ബേസിസിലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കണം, ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം എന്താണ്. ടി എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഈ ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ബേസിസ് ബി എക്സിസ്റ്റ് ചെയ്യണം. ബി ഈസ് ഈക്വൽ ടു സം ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് പറയുന്നത് വിയുടെ ഡയമെൻഷൻ n ആണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഈ ആൽഫ 1ഉം ആൽഫ 2 ഒക്കെ എന്തായിരിക്കണം, ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് വിയുടെ ബേസിസ് ആവുന്ന തരത്തിൽ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടറൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പേര് വന്നേ നോക്കാം. ദ റീസൺ ഫോർ ദ നെയിം ഈസ് ഒബ്വിയസ് ബൈ ദ ഫോളോയിങ്. എന്തുകൊണ്ടാണ് നോക്കാം കേട്ടോ നമുക്ക്. സപ്പോസ് ദർ എക്സിസ്റ്റ് എ ബേസിസ് ബി ഈക്വൽ ടു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ഫോർ വി ഈച്ച് വെക്ടർ ഓഫ് വിച്ച് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി. അതായത് നമ്മൾ എടുക്കുകയാണ്, ഇങ്ങനെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ബി എന്ന് പറയുന്നത് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത് വിയുടെ ഒരു ബേസിസ് ആണ്. ഇതിൽ ഓരോ എലമെൻറ്റും ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ്. അങ്ങനെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് സപ്പോസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം? ബൈ ഡെഫിനിഷൻ ഇത് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ബൈ ഡെഫിനിഷൻ ടി ആൽഫ ഐ ഈക്വൽ ടു സി ആൽഫ ഐ എന്ന് കൊടുക്കുക അല്ലേ. ബൈ ഡെഫിനിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ടി ആൽഫ ഐ ഈക്വൽ ടു സി ആൽഫ ഐ വെർ ഐ ഈക്വൽ ടു 1 ടു എക്സെട്ര n. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് എഴുതാലോ. ദെൻ ദ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി ഈസ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ടി ആൽഫ 1 ഈക്വൽ ടു സി ആൽഫ 1 എന്ന് വരും അല്ലേ. നമുക്ക് ആദ്യത്തത് ടി ആൽഫ 1 ഈക്വൽ ടു സി ആൽഫ 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതുന്നത്? സി ആൽഫ 1 പ്ലസ് 0 ഇൻറ്റു ആൽഫ 2 പ്ലസ് എക്സെട്ര അപ് ടു 0 ഇൻറ്റു ആൽഫ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മെട്രിക്സിനെ, ആദ്യത്തെ റോയിനെ എങ്ങനെ എഴുതാം? C1 0 0 0 എക്സെട്ര 0 എന്ന് എഴുതാം. ഇനി അടുത്തത് ടി ആൽഫ 2 ഈക്വൽ ടു സി ആൽഫ 2 എന്ന് എഴുതാം. ടി ആൽഫ 2 ഈക്വൽ ടു സി ആൽഫ 2, അതായത് 0 ഇൻറ്റു ആൽഫ 1 പ്ലസ് സി ഇൻറ്റു ആൽഫ 2 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതാം അല്ലേ. ഇങ്ങനെ എഴുതി കൂടെ? ഇവിടെ ഉണ്ടല്ലോ ടി ആൽഫ ഐ ഈക്വൽ ടു സി ആൽഫ ഐ. ഇവിടെ നമ്മൾ സി ഐ ആൽഫ ഐ എന്ന് കൊടുക്കാം, നല്ലത് കറക്റ്റ് ആവുള്ളൂ. സി ഐ ആൽഫ ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഇതിനെ C1 ആൽഫ 1 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് C2 ആൽഫ 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ C2 വരും അല്ലേ. അപ്പോൾ നമ്മളെ മെട്രിക്സിൽ എന്ത് വരും? സെക്കൻഡ് കോളം 0 C2 എക്സെട്ര അപ് ടു 0 എന്ന് വരും. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 എക്സെട്ര അപ് ടു. ഇത് നിങ്ങൾ നോക്കുക, ഇതെന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും എന്ത് പറയാം? ഇങ്ങനൊരു മെട്രിക്സ്, ഇങ്ങനൊരു ബേസിസ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അതായത് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി ആയിട്ട് വരുന്ന, ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ദിസ് ബേസിസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് ഡയഗണലൈസബിൾ. ഈ ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ആ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ മെട്രിക്സ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അതൊരു ഡയഗണൽ മെട്രിക്സ് കിട്ടുകയാണെങ്കിൽ നമ്മളതിനെ ഡയഗണലൈസബിൾ, ആ ലീനിയർ ഓപ്പറേറ്റർ ഡയഗണലൈസബിൾ ആണെന്ന് പറയും. ഓക്കെ, thus the linear operator T is diagonalizable if there exists a basis B for V such that each vector of B is a characteristic value of T. Then the matrix of T relative to the basis B is a diagonal matrix whose diagonal entries are characteristic values. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ടി ആൽഫ ഐ ഈക്വൽ ടു സി ഐ ആൽഫ ഐ. ഇതിൽ സി ഐസ് എന്തായിരുന്നു? C1 C2 എക്സെട്ര സി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഇത് ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടിയത്. ആ ഡയഗണൽ മെട്രിക്സിന് എൻട്രീസ് എന്താ വന്നിരിക്കുന്നത്? ഡയഗണൽ എൻട്രീസ് എന്താ വന്നിരിക്കുന്നത്? ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഡയഗണൽ എൻട്രീസ് ആയിട്ട് വരുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് കിട്ടുക. നമ്മളൊരു ടി എന്ന് പറയുന്ന ഡയഗണൽ ഓപ്പറേറ്ററാണ്, ടി എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ്. എപ്പോൾ
ഒരു ബേസിസ് ബി, വിക്ക് ഒരു ബേസിസ് ബി ഉണ്ടാവും. ആ ബേസിസിലെ ഓരോ വെക്ടറും എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആയിരിക്കും. അത് നമ്മൾ ബൈ ഡെഫിനിഷൻ പറഞ്ഞു. ഇനി നമുക്ക് എന്തും കൂടെ പറയാം. ദ മെട്രിക്സ് ഓഫ് ടി റിലേറ്റീവ് ടു ദ ബേസിസ് ബി എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ആ ഡയഗണൽ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്താ വരുന്നത്? ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എ ലീനിയർ ഓപ്പറേറ്റർ ടി A linear operator T is diagonalizable if the characteristic vectors of T spans V because every spanning set contains a basis. അതായത് T എന്ന് പറയുന്ന ഒരു ഡയഗണൽ ഓപ്പറേറ്റർ ഇത് ഡയഗണലൈസബിൾ ആണെങ്കിൽ, ഇപ്പം ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഉണ്ട്, ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ട്, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആരെ സ്പാൻ ചെയ്യണം? സ്പാൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന് പറയുന്നത്. ഇത് ആരെ സ്പാൻ ചെയ്യണം? വിയെ സ്പാൻ ചെയ്യണം. കാരണം ഏതൊരു സ്പാനിങ് സെറ്റും ആരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ബേസിസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ ലീനിയർ ഓപ്പറേറ്റർ ടി എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ്. അതായത് നമ്മൾ ശരിക്കും ഡയഗണലൈസബിളിൻ്റെ ഡെഫിനേഷൻ എന്താണ് പറയുന്നത്? പിന്നെ വിക്കൊരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യണം. ആ ബേസിസിലെ ഓരോ എലമെൻസും ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓഫ് ടി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ടി എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. നമുക്ക് ഡയഗണലൈസബിൾ അല്ലാത്തത് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ആവുന്നതിന് എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. ആവുന്നതിന് നമുക്ക് ഇഷ്ടംപോലെ കണ്ടുപിടിക്കാൻ പറ്റും, പിന്നെ അത് പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലീനിയർ ഓപ്പറേറ്റർ. നമ്മൾ എക്സാമ്പിൾ 1 ആണെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അതിൽ നമ്മൾ ഒരു ലീനിയർ ഓപ്പറേറ്റർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ 1 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എക്സാമ്പിൾ 1 നമ്മൾ R2 ഡിഫൈൻ ചെയ്ത ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് പറഞ്ഞത്, R2 to R2. ഓക്കെ, അതിൻ്റെ മെട്രിക്സ് റിലേറ്റീവ് ടു ദ ബേസിസ്, ഓർഡേർഡ് ബേസിസ്, സ്റ്റാൻഡേർഡ് ഓർഡേർഡ് ബേസിസിലുള്ള മെട്രിക്സ് നമ്മൾ ഇതാണ് എഴുതിയിരിക്കുന്നത്. ടി സ്റ്റാൻഡേർഡ് ഓർഡേർഡ് ബേസിസിലുള്ള മെട്രിക്സ് ഇതാണ് എഴുതിയിരിക്കുന്നത്. 0 -1 1 0. ഓക്കെ, ഈ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ, ഇത് ഡയഗണലൈസബിൾ അല്ല. എന്തുകൊണ്ട് അത് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഡയഗണലൈസബിൾ. നിങ്ങൾക്ക് റീസൺ പറയാൻ പറ്റുമോ? ഡയഗണലൈസബിൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഇല്ല. നമ്മൾ പറഞ്ഞു ഇതിന് റിയൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഇല്ല. നിങ്ങളത് ചെയ്ത് നോക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത് x² + 1 ആണ്. x² + 1 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തില്ല? ഒരു റിയൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഇല്ല. നമുക്ക് എഴുതാം ടി ഹാസ് നോ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാൻ പറ്റില്ല, ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് നോ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളെന്താ പറഞ്ഞത്? വി എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസ് ആവണമെന്നല്ലേ. ഇവിടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് R2ൻ്റെ ബേസിസ് ആയിട്ട് തന്നെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് പറയാം സോ ഇറ്റ് ഈസ് not possible to construct a basis for R2. consisting of characteristic vectors. നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് എടുത്ത ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ മറ്റേ നോട്ടൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ടി ഈസ് നോട്ട് ഡയഗണലൈസബിൾ. ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്തല്ല? ടി ഈസ് നോട്ട് ഡയഗണലൈസബിൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലീനിയർ ഓപ്പറേറ്ററിൻ്റെ തന്നെ എക്സാമ്പിളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊന്ന് നോക്കുക. എക്സാമ്പിൾ 2 അവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലീനിയർ ഓപ്പറേറ്റർ ടി ഓൺ R3 to R3 ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ സ്റ്റാൻഡേർഡ് ബേസിസിന് റിലേറ്റീവ് ആയിട്ടുള്ള മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതായിരുന്നു. 3 1 -1 2 2 -1
and 2 2 0. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമാണ്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ് കേട്ടോ. 1 and 2 ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പാനിങ് സെറ്റ് ഉണ്ടാക്കി, ഒരു സബ് സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു സബ് സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏഗൺ സ്പേസസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ W1 നമുക്ക് പറയാം 1-ന് കറസ്പോണ്ടിങ് ആയിട്ട്, 1 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് സ്പേസാണ് W1 എന്ന് പറയുന്നത്. അതുപോലെ ഇത് നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ഓഫ് W1 എന്ന് പറയുന്നത് 1 ആണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസ് W2 ആണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസിൻ്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് W2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ വേണ്ടത്? ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത്, ശരിക്കും ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് R3 = 3 ആണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്പേസസിൻ്റെ ഡയമെൻഷൻ എന്താണ്? രണ്ടും 1 ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് R3നെ കൺസ്ട്രക്ട് ചെയ്യുന്നത് പോസിബിൾ അല്ല. രണ്ടും കൂടി എടുത്താൽ പോലും നമുക്ക് 2 കിട്ടുള്ളൂ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് W1 and W2 are the corresponding characteristic spaces and each W1 and W2 are one dimensional. പക്ഷെ നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ R3ക്ക് വേണ്ട ബേസിസ് ഈ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സിൽ W1-ൻ്റെയും W2-ൻ്റെയും ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 വെക്ടേഴ്സ് എടുത്താൽ പോലും ഡയമെൻഷൻ എന്താവില്ല? 3 ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് സിൻസ് ഡയമെൻഷൻ ഓഫ് R3 = 3. ഇറ്റ് ഈസ് not possible to construct a basis for R3 consisting of characteristic vectors of T. അതുകൊണ്ട് തന്നെ T എന്ന് പറയുന്നത് എന്തല്ല? നോട്ട് ഡയഗണലൈസബിൾ. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമുക്ക് കിട്ടിയിരുന്ന ഏഗൺ വാല്യൂസ്, ആ മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 2 2 ആയിരുന്നു. ഇവിടെ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. W1 ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 1 2 3 വന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് സ്പേസും കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 3 വെക്ടേഴ്സും കൂടെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് R3ൻ്റെ ഒരു ബേസിസ് അവിടെ നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ അത് ലീനിയർലി അതെന്ന് പറയുന്നത് R3ൻ്റെ ഒരു ബേസിസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ T എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആയിരിക്കും. ഇവിടെയൊന്നും നമുക്ക് R3ൻ്റെ ബേസിസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന R3യുടെ ബേസിസിനെ നമുക്ക് ഇവിടുന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ അതെന്താവില്ല? ഡയഗണലൈസബിൾ ആവില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ഒരു ലെമ്മയാണ് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.